സാമൂഹ്യ പ്രവർത്തകനും മുക്കം ബി.പി. മൊയ്തീൻ സേവാമന്ദിർ രക്ഷാധികാരിയുമായിരുന്ന രവീന്ദ്രൻ പനങ്കുറയുടെ 9ാമത് ചരമവാർഷികവും മാനവ സേവാ പുരസ്കാരദാനവും മുക്കത്ത് നടന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ജീവകാരുണ്യ രംഗത്ത് നിസ്തുലമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെ അകാലത്തിലോർമ്മയായ രവീന്ദ്രൻ പനങ്കുറയുടെ 9ാമത് ചരമവാർഷിക ദിനത്തിലാണ് മുക്കം ബി.പി. മൊയ്തീൻ സേവാമന്ദിരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ മാനവ സേവാ പുരസ്കാരദാനവും സംഘടിപ്പിച്ചത്. സേവാമന്ദിർ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. രവീന്ദ്രൻ പനങ്കുറ എന്ന രവിയേട്ടൻ, അദ്ദേഹം ഇവിടെ സമൂഹത്തിലെ അദ്ദേഹത്തിൻ്റെ അടയാളപ്പെടുത്തലുകളുടെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തെ ഇവിടെ ഓർമ്മിക്കുന്നത്. ഏതൊരു വ്യക്തിയും സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഏതൊരു മനുഷ്യനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അത് എത്രത്തോളം സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നതിലാണ് ഇത്തരം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം വലിയ വ്യക്തികളുടെ പാതയിൽ കൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിന് അത്തരം വ്യക്തികൾക്ക് മാതൃകയാകും. അവരിവിടെ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ തുടരുക. അതാണ് നമ്മൾ ഇത്തരം ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഇത്തരം അനുസ്മരണ പരിപാടികളിൽ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ മുന്നോട്ട് വെക്കേണ്ട പ്രവൃത്തികൾ. ഈ വർഷത്തെ രവീന്ദ്രൻ പനങ്കുറ മാനവ സേവാ പുരസ്കാരത്തിന് അർഹയായ വയനാട്ടിലെ സാമൂഹ്യ പ്രവർത്തക സുലോചന രാമചന്ദ്രന് മാനവ സേവാ പുരസ്കാരം സേവാമന്ദിർ ഡയറക്ടർ കാഞ്ചന കൊറ്റങ്ങൽ സമ്മാനിച്ചു. സഹജീവികൾക്കായി നിസ്വാർത്ഥമായ സേവന പ്രവർത്തനങ്ങൾക്ക് ജീവിതം മാറ്റിവെച്ച സുലോചന ഒട്ടേറെ പേർക്ക് ജീവിത അത്താണിയായി പ്രവർത്തിക്കുന്നതാണ് മാനവ സേവാ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ഈ ഒരു സദസ്സ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു അംഗീകാരത്തിന് എനിക്ക് എത്രയോ വലിയൊരു മൂല്യമാണ് ഇതിന് ഞാൻ കാണുന്നത്. എന്നാൽ കഴിയുന്ന ആരാണോ ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ട് സഹായിക്കേണ്ടവർ, ആരാണോ അനാഥരായിപ്പെട്ടിട്ടുള്ളത്, ഇന്ന് വൃദ്ധസദനങ്ങളിൽ 7ഓളം അമ്മമാരെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്, 3 അച്ഛന്മാരെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. ആരെങ്കിലും കൊണ്ടൊക്കെ പലപ്പോഴും ജലീലിനൊക്കെ ഞാൻ ബുദ്ധിമുട്ടിക്കും, ഈ മാസം ഒരു ദിവസം ഒരു ഭക്ഷണം തരണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മൾ ഇല്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി നമുക്കൊരു സഹായം ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു മനോഭാവം അന്നും ഇന്ന് ഞാൻ നിലനിർത്തി പോകുന്നുണ്ട്. ചടങ്ങിൽ മുക്കം ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. യു രാമചന്ദ്രൻ രവീന്ദ്രൻ പനങ്കുറ അനുസ്മരണ പ്രഭാഷണം നടത്തി. പി.ടി. ഭാസ്കർ പണിക്കർ ബാലശാസ്ത്ര പരീക്ഷയിൽ 1ാം സമ്മാനം നേടിയ പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. എ.സി. നിസാർ ബാബു, എ.എം. ജമീല, പ്രഭാകരൻ മുക്കം, എ.കെ. സിദ്ദിഖ്, മീനാക്ഷി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.